ഇന്നത്തെ ദിവസത്തിനൊരു ചെറിയൊരു പ്രത്യേകത ഉണ്ട്. നോറ, ഇന്നത്തെ ദിവസം എന്താ പ്രത്യേകത? ഇന്ന് ഏട്ടന്റെ ഹാപ്പി ബർത്ത്ഡേ ആണ്. ഏട്ടന് പിറന്നാൾ ആശംസ നേർന്ന്. പിറന്നാൾ ആശംസകൾ. കൂമ്പാള വേണ്ടി എല്ലാവർക്കും സ്വാഗതം പറയും. സ്വാഗതം. അപ്പൊ നിജു ആണ് സ്വാഗതം പറയണം. ഇന്ന് സ്പെഷ്യൽ ഗസ്റ്റ് ആണ് നമ്മളെ. പറയടാ. എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മളെ നീൽ ജൊനാഥൻ 10ാം പിറന്നാൾ ആഘോഷിക്കലാണ്. അപ്പൊ നമ്മൾക്ക് അങ്ങനെ കാര്യമായിട്ട് വിശേഷമൊന്നുമില്ല. ഇവന് അടിപൊളി ഒരു പാന്റും ഒരു ഷർട്ടും എടുത്തു കൊടുത്ത്, ബനിയെ എടുത്തു കൊടുത്ത്, പിന്നെ രാവിലെ അമ്പലത്തിൽ പോയി. ഞാനും ഇവനും നീതു അമ്പലത്തിൽ പോയി. നോറ ബേബി ഒന്നില്ല. നോറ ബേബി നല്ല ഉറക്കിയിരുന്നു. അതുകൊണ്ട് നോറ ബേബി ഒന്നില്ല. പിന്നെ അങ്ങനെ സദ്യ എന്ന് പറയാനൊന്നും ആക്കിയില്ല. സദ്യയിൽ പെട്ട ഒറ്റ കൂട്ട ഇന്നത്തെ ചോറിനില്ല. പക്ഷെ നമ്മൾ ഇവന്റെ പിറന്നാൾ സദ്യ ഉണ്ണാൻ പോക്കാന്ന്. അപ്പൊ നമുക്ക് അതിലേക്ക് കിടക്കാം. വാ. അങ്ങനെ നമ്മൾ നിജുവിന്റെ പിറന്നാൾ സദ്യയല്ലാതെ ചോറ് തിന്നലാന്ന്. സദ്യയില്ലല്ലേ? ഞാൻ പറഞ്ഞിന് അമ്മയോട്, പിന്നെ നീതോടുള്ള സദ്യയാക്കാൻ പറഞ്ഞിനി. പക്ഷേ അവരൊന്നും മതിയപ്പോ ഇനിയിപ്പോ വിഷുവിലല്ലേ വരാൻ പോകുന്നു. പിന്നെ സദ്യ കണ്ട. പക്ഷെ ഇന്ന് സ്പെഷ്യൽ ഉണ്ട്. വെരി വെരി സ്പെഷ്യൽ കറിയാന്ന് കേട്ടോ പറയുന്നത്. എന്നാ കറി അറിയുന്നത്? ആദ്യം കറി കിട്ടണ്ടെങ്കിൽ അമ്മമ്മയോട് ചോറ് വളമാ പറയാം. എന്നാ ചോറ് ആദ്യം പെരുന്നാൾ കാരണമാണ് ഇത്. മോള് കുട്ടിയാണെങ്കിലും പെരുന്നാൾ കാരണമാണല്ലോ. അതിൻ്റെതായ ഒരു ഇത് അല്ലടാ. അത് അത്ര മതി. അത്ര ഇത് നിന്ന് ഇനി നോറക്ക് ചോറ് വിളമ്പുന്നുണ്ട്. അപ്പൊ ബിജുട്ടന്റെ ചോറ്. അപ്പൊ ആദ്യം ഇങ്ങനെ ഇലയിലാക്കി കഴിഞ്ഞാൽ ഇങ്ങനെ ആക്കി നോറ. ഇങ്ങനെ ആക്കി. അപ്പൊ ഇന്നത്തെ സ്പെഷ്യല് കൂട്ടാൻ എന്താണെന്നറിയാ? ഇന്നത്തെ സ്പെഷ്യല് കൂട്ടാൻ ഇതാ, നാട്ടുമാങ്ങ ഇട്ട് വെച്ച വെള്ളരിക്ക പുളുങ്കറി. അതാണ് ഇന്നത്തെ സ്പെഷ്യല് കൂട്ടാൻ. നല്ല നാട്ടുമാങ്ങയും അത് ഇട്ട് വെച്ച പുളുങ്കറി തേങ്ങ അരച്ച അതൊരു വേറെ തന്നെ ടേസ്റ്റ് ആണ്. അപ്പൊ നമുക്ക് നാട്ടുമാങ്ങ ഇല്ല. ഇന്നലെ നമ്മള് ചങ്ങായി ഉണ്ട്, ഇഞ്ചു എന്ന് പറയുന്നത്, കോടുന്നീരെ ഇഞ്ചു കൊണ്ടുതന്ന നാട്ടുമാങ്ങ. നല്ല കുഞ്ഞു നാട്ടുമാങ്ങ കണ്ടാ. കുഞ്ഞിതാ, ചെറിയ അണ്ടിക്കൊറ്റയാണ്. നല്ല മധുരമുള്ള നാട്ടുമാങ്ങ. ഇതാ മോക്കും ഉണ്ട്. അമ്മേ നോറക്ക് മാങ്ങ കൊടുക്കില്ല. എന്താ നോറക്ക് വാങ്ങിയതാ. അപ്പൊ ഇതാണ് സ്പെഷ്യൽ. സാധാരണ സദ്യക്ക് നല്ല സാമ്പാറ് ഓല എല്ലാം ഉണ്ടാവും അല്ലേ? ഇന്ന് അടക്ക് ഇതിന്റെ ടേസ്റ്റ് ഒന്ന് കാണട്ടെ. അപ്പൊ ഇതാ പുളുങ്കറി ഒന്നിങ്ങനെ കുഴച്ച് ആദ്യം ഒരു ഉരുളിയാക്കിട്ട് ഇങ്ങനെ മാങ്ങ ടേസ്റ്റിന് മതിയോ? പിന്നെ ആ മാങ്ങേന്റെ തോല് കണ്ട. മാങ്ങേന്റെ തോല്. ഇത് നാട്ടുമാവിനെ കൊണ്ടുള്ള പുളുങ്കറി ഇഷ്ടമുള്ളത് ആരും ഉണ്ടാവില്ല. പ്രത്യേകിച്ച് മലയാളികള്. മാങ്ങ കാലായി കഴിഞ്ഞാല് എന്തെങ്കിലും മാങ്ങ പെരക്ക്, മാങ്ങ ഉടച്ചത്, അങ്ങനെ എന്തും. പിന്നെ പിറന്നാൾ സദ്യയില് വരുന്ന അടുത്ത ഐറ്റംസ് എല്ലാം വെറൈറ്റി കേട്ടാ. നിജോന്റെ പിറന്നാളിന് ഫുള്ള് വെറൈറ്റി സാധനമാണ്. മുരിങ്ങ ചപ്പും ചക്കക്കുരുവും വറവ്. ചക്കക്കാലായി കഴിഞ്ഞാല് നമ്മളെ കേരളത്തിലെ എല്ലാ വീട്ടിലും കുരു ഉണ്ടാവും. എന്തായാലും ചക്ക ഇല്ലാതായിരിക്കാലും കുരു ഉണ്ടാവും. കുരു ഇല്ലാതെ വീടുണ്ടല്ല. എന്താ ഇത് കളറില്ലാതെ ഉള്ളൂ, ടേസ്റ്റിലും ഉണ്ടാവും. അതായത് പച്ച കളറില്ലാതെ ഉള്ളൂ. കുരു കുറച്ച് മഞ്ഞപ്പൊടിയിലിട്ട് ആക്കിക്കൊണ്ട്. അപ്പൊ അത് വിട്ടിട്ട് ഒന്നുമില്ല. പിന്നെ ഇന്നത്തെ സ്പെഷ്യൽ നമ്മ ഒരു വെറൈറ്റി പിറന്നാൾ സദ്യ എന്ന് കഴിക്കാൻ പോകുന്നു. ഇങ്ങനെ പിറന്നാൾ സദ്യ വെച്ച് കേരളത്തിലെ ലോകത്തിലെ ആദ്യത്തെ വ്യക്തിത്വം വെറൈറ്റി. അതിപ്പം ചില ആൾക്കാർ പറഞ്ഞാൽ സദ്യയാക്കാണ്ട് സാധാരണ ചോറും കറിയുണ്ട്. പക്ഷെ ഇതുപോലെ പിറന്നാൾ സദ്യ വെച്ച് നമ്മളുണ്ടല്ലോ ഒന്നും മാച്ച് ചെയ്യാത്ത സാധനങ്ങളാണ്. ഇത് നമ്മൾ 2-3 നമ്മളെ വീഡിയോസിലായി ഈ സാധനം വരുന്നത് കൊഞ്ചം ഫ്രൈ ആക്കിയത്. പക്ഷെ ഇന്ന് ഇത് മേടിക്കാൻ കാരണം ഇവനിത് ഭയങ്കര ഇഷ്ടമാണ്. നിജോന് ഭയങ്കര ഇഷ്ടമായതുകൊണ്ടാണ് ഈ കൊഞ്ചം ഫ്രൈ മേടിച്ചിനി. അല്ലെങ്കിൽ പറയാ അതുകൊണ്ടാണ് കൊഞ്ചം ഫ്രൈ മേടിച്ചിനി. സാധാരണ എനിക്ക് വലിയ ഇഷ്ടമല്ല. ഞാൻ കൂട്ടു എടുത്ത് ഇതിനപ്പുറം
അതിനൊക്കെ നമ്മളെ സ്ഥിരം പരിപാടി വെള്ളം കുടി. വെള്ളം കുടിക്കട്ടെ. എല്ലാരും കമന്റ് ബോക്സിൽ എന്റെ ബർത്ത്ഡേ ആശംസിച്ചല്ലേ. ബർത്ത്ഡേ ആശംസകൾ. പിന്നെ അടുത്തൊരു സ്പെഷ്യൽ പറയാ എന്താ നല്ല നങ്കല്ല പറയാ, നങ്ക് പൊരിച്ചെടുത്ത നങ്ക്. അപ്പൊ എന്താ വേണ്ട വെച്ചാല് കുറച്ച് ചോറ് എടുത്തിട്ട് ഇങ്ങനെ നങ്ക് വേണ്ട, ഇനി മുള്ളൊന്നും പ്രശ്നമില്ല. നമുക്ക് മുള്ളൊന്നും പ്രശ്നമില്ല. നിങ്ങൾക്ക് നോക്കൂടാ കുട്ടിക്ക് കുട്ടി നങ്ക്. ഞാൻ ചോറിൽ കൂട്ടുക. പിന്നെ എന്നാ ഇന്നത്തെ പിറന്നാളിനുള്ളത് മാങ്ങ അച്ചാറ് നല്ല ലാട്രൂസ് മാങ്ങ അച്ചാറ്. ഒന്ന് ലാട്രൂസ് ലാട്രൂസ് മാങ്ങ അച്ചാറ്. അത് കുറച്ച് വെള്ളം പറഞ്ഞ് 2 മാങ്ങയും മുറിച്ചിട്ട് കുറച്ച് മുളക് പൊടി ഇതിട്ട് ലാട്രൂസ് മാങ്ങ അച്ചാറ്. പക്ഷെ ഇത് ടേസ്റ്റ് ആണ്. ഇത് കഞ്ഞിക്കെല്ലാം ഇല്ലേ, എന്ത് ടേസ്റ്റ് പറയാ. അപ്പൊ ഇതെല്ലാന്ന് നമ്മളെ നീൽ ജൊനാഥൻ എന്ന വിഭവങ്ങള്. പിന്നെ വേറൊരു സാധനം കൂടി ഉണ്ട്. എന്താ പറയാ, അത് ഈ സദ്യക്ക് ശേഷം നമ്മൾ കാണിച്ചു തരാം. അപ്പൊ സദ്യ ഒന്ന് വിശദമായി ഉണ്ടിട്ട് ബാക്കി കാര്യം കൂടി ഉണ്ട്. എന്നിട്ട് നമ്മൾ വീഡിയോ കട്ടാക്കുന്നുണ്ട്. വലിച്ചോ ബായ് പറയുന്നില്ല. ഈ ചോറാതെ തിന്നു തീർക്കട്ടെ, ഒരു 5 മിനിറ്റ് കേട്ടാ. നിജോ അങ്ങനെ സദ്യയെല്ലാം ഉണ്ട്. നല്ല വെള്ളരിക്ക പുളുങ്കറിയും മാങ്ങ അച്ചാറും മറ്റേ കൊഞ്ചൻ റോസ്റ്റും നങ്ക് പൊരിച്ചതെല്ലാം തിന്ന്. പിന്നെ എല്ലാരെ പോലെ പാച്ചം, സേമിയ പാച്ചം വേറെ പായസം അല്ലേ. ആ അപ്പൊ ഇത് നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ലല്ലോ. പിറന്നാളായിട്ട് പായസം വെക്കുക, മധുരമുള്ളത് കൊടുക്കുക എന്നുള്ളത് ഇതാണ്. അപ്പൊ ഇന്നലെ ചെറിയൊരു പാക്കറ്റ് സേമിയത്തിന്റെ മേടിച്ചിട്ട് ഒരു 2 പാക്കറ്റ് പാലും മേടിച്ച് ഒന്ന് കാണാൻ നല്ല രസമുണ്ട്, തിന്നാൻ രസമുണ്ടോ അറിയില്ല. അങ്ങനെ പിന്നെ നെയ്യൊന്നും ഒഴിച്ചില്ല. അപ്പോ ഇതോടുകൂടി നമ്മളെ നിജോന്റെ പെരുന്നാൾ സദ്യന്റെ വിശേഷങ്ങളും ഇന്നത്തെ എപ്പിസോഡ് കൂടെ അവസാനിക്കലാണ്. അപ്പോ ഈ പായസം കുടിച്ചുകൊണ്ട് ബായ് പറയൂ. അപ്പൊ വായുവിനൊക്കെ ഒരിക്കലും പായസം കുടിക്കണ്ടേ. നോറ കുടിക്കാൻ തുടങ്ങിയാ രസമുണ്ട് കേട്ടാ. എനിക്ക് ഈ പായസത്തിൽ ഏറ്റവും ഇഷ്ടം സേമിയ പായസം തന്നെയാ. അപ്പൊ അതിൽ ബായ് പറയാ. ബായ് നോറെ ബായ് പറയണേ. ബായ്.